മസാല പരട്ടിയിട്ട് ചെറിയ കുക്കറിലും വലിയ കുക്കറിലൂടെ വേവിക്കുന്നത്. എല്ലാം ഇട്ട് ഇനി ഇതൊന്ന് നന്നായി ഇതിലൊന്ന് മസാലയൊക്കെ പിടിക്കട്ടെ. ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്നു, അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് നല്ല ബിസി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. പക്ഷേ വീഡിയോ ചെറുതായിരിക്കും കേട്ടോ, എന്നാൽ എനിക്ക് നല്ലൊരു ബിസി ആയിട്ടുള്ള ദിവസമായിരുന്നു. രാവിലെ അപ്പം പലർക്കും പലതായിരുന്നു. ഇതിപ്പോൾ ഞാൻ കട്ടി കുറഞ്ഞ ദോശ ഉണ്ടാക്കും. എനിക്കാണെങ്കിൽ ഞാൻ ആ നല്ല കട്ടി കുറഞ്ഞ ആ ചൂടോടെ മുരുമുരായിരിക്കുമ്പം കറി ഒന്നും വേണ്ട, ഞാൻ ആ അടുക്കളയിൽ നിന്ന് തന്നെ രണ്ടെണ്ണോ ഒരു ചായയും കൂടെ കുടിക്കുമ്പോഴത്തേന് റെഡിയാവും. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ഇത്തിരി സോഫ്റ്റ് ആവും. അപ്പോൾ ആ നല്ല കടക്കോടുകൂടി കഴിക്കുമ്പോൾ നല്ലതാണ്. പെട്ടെന്ന് ജോലികൾ തീർക്കണമല്ലേ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് ഞാൻ പയർ ഇന്നലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങ് തോരൻ വെക്കാനായിട്ട് ഉള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും, തമ്മിലൊക്കെ കണ്ടിട്ടുണ്ടേ എന്തുവാ ബിസി എന്നുള്ളത്. അത് തന്നെ കേട്ടോ. അപ്പോൾ ഓരോ പരിപാടികൾ പെട്ടെന്ന് ചെയ്ത് തീർത്താൽ പെട്ടെന്ന് ഈ ഒന്ന് ഒതുങ്ങി ഈ അടുക്കള എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം എനിക്ക് അതിൻ്റെ പുറകെ നടക്കാനായിട്ട്. പയർ ഞാൻ ഇന്നലെ അങ്ങ് അരിഞ്ഞു വെച്ചായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് രാവിലെ തേങ്ങയും തിരുമ്മി ഒരു ഡബ്ബയ്ക്കകത്താക്കി വെച്ചു. അതുകൊണ്ട് രാവിലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അതിനുശേഷം പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുത്ത് ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കണം. അതുകൊണ്ട് പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പം ബീഫ് അച്ചാർ ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് ഫെബ്രുവരി ഫസ്റ്റിലത്തേക്കിന് അങ്ങ് കിട്ടത്തക്ക വിധത്തിൽ ഉണ്ടാക്കണം. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം. കാരണം കൊറിയറൊക്കെ ചെല്ലുമ്പോൾ ഇവിടുന്ന് നമ്മൾ നാട്ടിലോട്ടാണെങ്കിൽ ഒരാഴ്ചയാണ് പറയുന്നത്. ചിലപ്പം എന്തെങ്കിലും അവധി ഉണ്ടെങ്കിൽ അങ്ങനെ പോകും. ചിലപ്പം 5 ദിവസം 6 ദിവസമൊക്കെ എടുക്കും, പറയാനൊക്കത്തില്ല ഇവരുടെ. അപ്പം റീച്ചൻ രാവിലെ പോയി ഇന്നലെ രാത്രിയിലെ അവരോട് പറഞ്ഞ് ഞങ്ങൾക്ക് അച്ചാറിനായിട്ട് വേണമെന്ന്. അപ്പോൾ അതനുസരിച്ച് അവർ ഒട്ടും നെയ്യില്ലാതെ അതെല്ലാം മാറ്റി. അപ്പോൾ അങ്ങനെയുള്ള ആകുമ്പോൾ ഇപ്പം അല്ലാതെ തന്നെ ബീഫിന് വില കൂടിയെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒട്ടും നെയ്യില്ലാതൊക്കെ വാങ്ങിക്കുമ്പം കുറച്ചുകൂടെ വില കൂടും. അപ്പോൾ അതെല്ലാം ഒന്ന് ബക്കറ്റിൽ ബേസിനിൽ ഞാനൊന്ന് ഇട്ടിട്ട് കവറൊക്കെ ഒന്ന് സോപ്പിട്ടൊന്ന് കഴുകി ഒന്ന് വെള്ളം വാലാൻ വെക്കട്ടെ. ഇത് വാങ്ങിക്കാനായിട്ട് മീനും ഇറച്ചിയും ഒക്കെ വാങ്ങിക്കാൻ കൊണ്ടുപോകാനായിട്ടൊരു സഞ്ചിയും ഒരു ബാഗും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴുകി ഉണക്കി എടുത്ത് അതുപോലെ വെക്കണം. അപ്പം ഇത് ഇന്നേരം വെള്ളത്തിൽ ഇട്ടിട്ട് പിന്നെ ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ട് നന്നായി കഴുകിയെടുക്കണം. എത്രയും അതിന് ബ്ലഡ് പോന്നോ അത്രയും ഞാനൊന്ന് കഴുകിയെടുക്കും. അതിന് ഇത്ര കണക്കൊന്നൊന്നുമില്ല. അപ്പം ഞാനിതെല്ലാം നന്നായി കഴുകി വെള്ളം വാലാനായിട്ട് ഒരു ജാലിപ്പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഈ ജാലിപ്പാത്രം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേ ഇവിടെ ഉള്ളതാണ്. അപ്പം ദൈവത്തിന് മുന്നമേ ഒരു കരുതലുണ്ടായിരുന്നെന്ന് തോന്നാം എനിക്കിങ്ങനെയൊക്കെ ആവശ്യം വരുമെന്ന്. ഞാൻ വാങ്ങിച്ചേ അല്ല ഇത്. അപ്പോൾ ഇതിപ്പോൾ 5 കിലോ ബീഫുണ്ട്, അത്രയും അതിൻ്റെ അകത്ത് കൊള്ളും. അപ്പം ഞാനത് വെള്ളം വാലാനായിട്ടൊന്ന് വെച്ചിട്ടുണ്ടേ. എന്നിട്ട് ഞാൻ മസാലയൊക്കെ പുരട്ടി വലിയ കുക്കറിലും കൊച്ചു കുക്കറിലൂടെ ഞാനൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ അച്ചാറൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ പിള്ളേരെ അടുപ്പിക്കത്തേ ഇല്ല. പോളുമോൻ ഇവിടെ ഇല്ല, പ്രൈസമ്മോനുണ്ട്. കാരണം ഞാനെല്ലാം നമ്മൾ അരിഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഞാൻ അവിടെ സൈഡിൽ കൊണ്ട് വെക്കും. ഇത്തിരി നമ്മൾ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ പോട്ടെന്ന് പറയാം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കോൺസെൻട്രേഷനോടുകൂടി ചെയ്യണ്ടേ. ഇത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിയാൽ പോയി. അപ്പോൾ ഞാൻ
കിച്ചണെല്ലാം ഞാൻ പറഞ്ഞില്ലേ ഉച്ചക്കത്തെല്ലാം ഒതുക്കി അവിടെ കൊണ്ട് വെച്ചിട്ടാണ് ഞാൻ ഈ പരിപാടി തുടങ്ങിയെന്ന്. അപ്പം ഞാൻ നമ്മുടെ നോർമൽ ഗ്യാസിലല്ല, ഇന്നാളെ ഞാനൊരു ഗ്യാസ് വാങ്ങിച്ചില്ലേ, വേറൊരു കൊച്ചു സിലിണ്ടറും അതുകൂടെ അതിൻ്റെ അകത്താണ് വെക്കുന്നത്. അപ്പോൾ ഈ വലിയ ഉരുളി അതിൻ്റെ അകത്ത് പെർഫെക്റ്റാണ്. ഗ്യാസിൻ്റെ അകത്താകുമ്പോൾ എനിക്ക് ഒത്തിരി സമയം എടുക്കുമായിരുന്നു വറുത്തൊക്കെ എടുക്കാനായിട്ട്. കാരണം അതിൻ്റെ മൂട്ടിൽ ശരിക്ക് തീ ചെല്ലാത്തതുകൊണ്ടേ. ഇതെനിക്ക് ആദ്യം ഇത്തിരി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം ഒരു പ്രാവശ്യം ഞാൻ അച്ചാറിട്ടുണ്ടേ ഇത്തിരി എൻ്റെ പൊടികളൊന്ന് കരിയുന്ന അങ്ങനെ ഒരു പരുവമായിരുന്നു. അപ്പോൾ ഇതിപ്പം നമുക്കിപ്പം പ്രാക്ടീസായി വരുന്നു. ഇതിപ്പോൾ ഒരു 3-4 തീരെയായിട്ട് നമുക്ക് വറുത്തെടുക്കേണ്ടി വരും. ഞാൻ ആ ബീഫ് കുറച്ച് ഇപ്പോൾ ആദ്യത്തെ ഒരു ട്രിപ്പ് ഇട്ട് അതൊന്ന് വറുത്തെടുക്കട്ടെ. അപ്പം വേവിച്ച് വെച്ചേക്കുക, ഇനിയും കുറച്ച് നമുക്ക് വറുത്തെടുക്കണം. അപ്പം ഞാൻ ഇന്നലെ അനുവിനോട് പറഞ്ഞു, നീ ഇന്ന് ലേറ്റ്, അവൾ 2 മണിക്ക് വരുവാണെങ്കിലും ചിലപ്പം ലേറ്റാവും, 2:30 ആവും. ഞാൻ പറഞ്ഞു നീ നേരത്തെ വരണം. നമ്മൾ വറുത്ത് വെക്കുന്ന ഉടനെ വറുത്തോണ്ടിരിക്കുന്ന സമയത്ത് അവൾ വരുവാണെങ്കിൽ കുഴപ്പമില്ല, ഇച്ചിരി നേരം മാറി നിന്നാലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തീ കുറച്ചിട്ട് മാറി നിന്നാൽ മതി. പക്ഷേ പൊടികളും ഇതൊക്കെ വെളുത്തുള്ളിയൊക്കെ വറുത്തോണ്ടിരിക്കുന്ന സമയത്ത് അവൾ വരുവാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കറക്റ്റ് സമയത്ത് വരണം, എനിക്കിന്ന് പരിപാടി ഇവിടെ ഉണ്ടോ, അച്ചാറിടണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തുവന്നാലും അവൾ നേരത്തെ തന്നെ ഇന്ന് വന്നു. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കുമോ ഇച്ചിരി സമയമല്ല ഉള്ളെന്ന്. പക്ഷേ ഇതിൻ്റെ പുറകിൽ നമുക്ക് ഒത്തിരി മീൻസ് പരിശ്രമിച്ചാലേ ഇത് ഒരു അച്ചാറായിട്ട് കിട്ടത്തുള്ളൂ. അതെല്ലാവർക്കും അറിയാം. ചേച്ചി ഞങ്ങളുടെ അടുത്ത് പറയണ്ടെന്ന് ചിന്തിക്കും. ഇത്ര ഈ 5 കിലോ ബീഫ് നമ്മൾ അച്ചാറിടുവാണെങ്കിൽ ഞാൻ രാവിലെ ഒരു 11 മണിക്ക് മുമ്പിട്ട് തുടങ്ങിയ പരിപാടിയാണ്. തീരുന്നത് എപ്പോഴാണെന്ന് ഞാൻ പറയാം. അതെല്ലാം നമ്മൾ കഴുകി, നമ്മളിപ്പോൾ കഴുകുമ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ആ കളർ പോന്നണം വരെ നന്നായി കഴുകി വെള്ളം വാലാനൊക്കെ വെച്ച് പിന്നെ അത് വേവിച്ചെടുത്ത് പിന്നെ തണുത്തതിന് ശേഷം വറുത്തെടുക്കണം. ഇട്ടിട്ടുണ്ട്, സൗണ്ടായിരിക്കും. ആദ്യത്തെ ട്രിപ്പ് ഞാൻ വറുത്ത് പോയി, അടുത്ത ട്രിപ്പിട്ട് അതും വറുത്ത് പോയിട്ട് ഇനി ഫടാഫട്ട് അയക്കണം. കാരണം തീയിലൊന്നും നിന്ന് എനിക്ക് പേടി. ഞാൻ ഇതിൻ്റെ അകത്ത് അങ്ങനെ ചെയ്തിട്ടില്ല ഈ ഗ്യാസിൻ്റെ അകത്ത്. അപ്പം നമ്മുടെ സാധാ നോർമൽ ഗ്യാസിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ ഇതിൽ പറ്റത്തില്ല. ഇപ്പം സമയം ഞാനൊരു 11 മണിക്ക് തുടങ്ങിയതാണ്, ഒരു 2:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ബീഫെല്ലാം വറുത്ത് കോരിയതിന് ശേഷം ഞാൻ പിന്നെ എനിക്ക് വെപ്രാളമായിപ്പോൾ. ഞാൻ പറഞ്ഞില്ല ഈ ഗ്യാസ് ഇതിൻ്റെ അകത്തായതുകൊണ്ട് എനിക്ക് വീഡിയോയുടെയൊക്കെ പുറകെ പോയാൽ എൻ്റെ അച്ചാർ മൊത്തത്തിൽ പോവും. അതുകൊണ്ട് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം ഞാൻ വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ മസാലകളെല്ലാം ചേർത്ത് വിനാഗിരിയും ചേർത്ത് ബീഫ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് ആ ബീഫിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് മസാലകളൊന്ന് പിടിക്കട്ടെ. ഇപ്പം സമയം 4 മണി ആകാറായി. ഇതുവരെ ഒന്നും കഴിച്ചില്ല. ഇനി ഇത്തിരി ചായ കോഫി ഉണ്ടാക്കി കുടിക്കാം. ഇപ്പം ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ തോന്നത്തില്ല. അവർക്കൊക്കെ കൊടുക്കും. ഓക്കെ, ഇപ്പം എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു. ഇനി ഞാൻ തീ ഓഫാക്കുക. എന്നിട്ട് ഞാൻ ലാസ്റ്റ് സ്റ്റേജ് നിങ്ങളെ കാണിക്കാം. ഈ പരുവത്തിലാണ് ഞാൻ ഇപ്പോൾ ഓഫാക്കുന്നത്. പിന്നെ ഞാൻ കാണിക്കാം നിങ്ങളെ. പിന്നെ ഞാൻ ഒരു ചായയും കൂടെ ഉണ്ടാക്കി ഡാഡിക്ക് കൂടെ കൊടുത്തിട്ട് ഞാനും കുടിച്ചിട്ട്, ഞാൻ പറഞ്ഞില്ല ഈ വിശക്കുന്നില്ലെന്ന്, എനിക്ക് ഉറങ്ങുമൊന്നും വേണ്ട, പക്ഷേ ഒന്ന് നടു നോക്കണം കുറച്ച് നേരം. എൻ്റെ നടു അത്രയ്ക്ക് നല്ല പ്രയാസമായി ഇപ്പം. അങ്ങനെ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞാൻ അകത്ത് പോയി ഇരുന്ന് ഇച്ചിരി നേരം ചായ കുടിക്കാമെന്ന് വെച്ച്. പ്രീസമ്മോനാണ് എൻ്റെ വീഡിയോ എടുക്കുന്നത്. കാലാവസ്ഥ തണുപ്പുണ്ടെങ്കിൽ എനിക്ക് നല്ല ചൂടായി ഇപ്പം. തളർന്നു. 5 മണിക്കൂറത്തെ നിൽപ്പായിരുന്നു. ഇനി തൊപ്പിയെടുത്ത് മാറ്റാം. എനിക്ക് ആ തലയിൽ അത് തൊപ്പി വെക്കുന്നുണ്ട് ഒരു വല്ലാത്ത ചെവിയുടെ വടക്കെ എനിക്ക് തോന്നുന്നത് പോലെ തോന്നും. പിന്നെയും നമ്മൾ സൂക്ഷിക്കണ്ടേ, അബദ്ധവശ മുടി എങ്ങാനും വീണ ഇനി അത് മതി. അപ്പം ഞാനൊന്ന് പോയി കിടന്നു. പക്ഷെ കിടന്ന് എൻ്റെ കണ്ണിലൊരു ഇച്ചിരി മയക്കമായിപ്പോയി. എനിക്കങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങുന്നേ അല്ല, മയങ്ങിയതല്ല. അപ്പോഴത്തേക്കിനും വന്ന് ബെല്ലടിച്ച നേരം പോൾമോൻ 6:30 വന്നേ. എനിക്കങ്ങ് ഒത്തിരി നേരം ഞാൻ കിടന്നതുപോലെ എനിക്ക് തോന്നി. പക്ഷേ ആ ക്ഷീണം കൊണ്ട് നന്നായി അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ അവൻ വന്ന് പിന്നെ അവന് ഫുഡൊക്കെ എടുത്ത് കൊടുക്കണമായിരുന്നു. പിന്നെ അങ്ങ് എല്ലാം തതവയായി. 6 മണി കഴിഞ്ഞാൽ ഞാൻ ഒരു 6:15 ഒന്ന് കിടന്നത്. അപ്പോൾ ഇതിപ്പം രാത്രിയായി. നമ്മൾ അത്രയും ലിക്വിഡോടുകൂടി എടുത്ത സാധനമല്ലേ. ഇനി ഇത് ഞാനൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കട്ടെ. ഇവിടെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് പോൾമോനാണ്. അവൻ കറക്റ്റ് പറയും.
അപ്പം ഞാനിപ്പോൾ ഇച്ചിരി കൊടുത്തോണ്ട് അവൻ പറയും മമ്മി ഒരു ഇച്ചിരിയും കൂടെ വിനാഗിരി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നാളെ രാവിലെ ഞാൻ ബോട്ടിലുകളിലാക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ വീണ്ടും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളെന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കെന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.